ഹായ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു റെഡ് വെൽവെറ്റിൻ്റെ കപ്പ് കേക്കാണ്. അത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഇതുപോലെ ഓവനില്ലാതെയാണ് ചെയ്യുന്നത്. വളരെ ഫ്ലഫി ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാനൊരു കപ്പ് മൈദപ്പൊടിയാണ് ഇടുന്നത്. അതായത് ഒരു 150 ഗ്രാം മൈദപ്പൊടി ഒരു അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടുന്നുണ്ട്. കൂടുതൽ ഇട്ട് കൊടുക്കണ്ട, 2 ടേബിൾ സ്പൂൺ മതി. അതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ടും കൂടെ 1/2 ടീസ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം. ഏകദേശം ഒരു 2 പ്രാവശ്യം അരിച്ചെടുക്കണം. നമ്മൾ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്, വീണ്ടും ഒന്നും കൂടെ അരിച്ചെടുക്കാം. അപ്പോൾ 2 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഒരു 1/2 കപ്പ് പാലെടുക്കാം. അതായത് ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് വിശദമായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോഴത്തേനാവും, ഒരുപാട് സമയമൊന്നും വെക്കണ്ട. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം കേക്കിൻ്റെ. ഞാനിവിടെ ബട്ടറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സൺഫ്ലവർ ഓയിലിലും ഉണ്ടാക്കാം. ബട്ടറിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ 100 ഗ്രാം ബട്ടറിൽ ഒരു പകുതിയിൽ കൂടുതലായിട്ട് ഞാനിതിൽ ഇടുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചപ്പോൾ ഇത്തിരി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ മെൽറ്റായി വരുന്നത് നല്ലത്. അപ്പോൾ പകുതി കൂടുതൽ ഞാനിത് എടുത്ത് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, അതായത് 1/2 കപ്പ് പഞ്ചസാര പൊടിക്കുമ്പോൾ 1/4 കപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം ഒരു മധുരം ഉണ്ടാവും. ഈ കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് നിറച്ച് പൊടിച്ച പഞ്ചസാര എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് ഒരു ബീറ്റർ വെച്ചിട്ട് നമുക്കിത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളൊരു തടിത്തവി ഉപയോഗിച്ച് ഇളക്കി എടുത്താലും മതി. എന്തായാലും നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കണം. അതിലേക്ക് ഞാനൊരു എഗ്ഗ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് അതും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് എല്ലാം കൂടെ നമുക്ക് തടിത്തവി കൊണ്ട് നന്നായിട്ട് സ്മൂത്താക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഈ 1/2 കപ്പ്. അതിൻ്റെ കൂടെ ഞാൻ ഈ റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു റെഡ് കളറ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് പെർമിറ്റഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഞാൻ ഒഴിക്കുന്നത്. പിന്നെ കളറ് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ കളറ് യൂസ് ചെയ്യുന്ന വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൊടി തന്നെ ഒരല്പം കൂടെ കൂടുതലിട്ട് ഇതേപോലെ നല്ലൊരു കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, ഈ കളറ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ എടുത്ത് വെച്ച പൊടി, അരിച്ച് വെച്ച ഈ മൈദ മിക്സ് നമുക്കിട്ട് എല്ലാം കൂടെ ഒന്ന് ഈ തടിത്തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഒരുവിധം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഇച്ചിരി കളറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു കളറ് പോരാന്ന് തോന്നിയപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ അല്പം കേക്കിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടി 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർക്കുന്നുണ്ട്. ഒരു പൊടിക്ക് ഉപ്പിടുന്നത് നല്ലതാണ്. അത് ഏത് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ആയി വരുള്ളൂ. അപ്പോൾ നമ്മളെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടിയത് കേക്കിന്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, ഒരു ഗ്യാസ് സ്റ്റൗവിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഏത് പാത്രം അല്ലെങ്കിൽ ഒരു വരുന്ന ഫ്രൈ പാൻ ആയാലും മതി. അല്പം കുഴിയുള്ളൊരു പാത്രം, ഏത് പാത്രമായാലും എയർ ടൈറ്റ് ആയിട്ടിരിക്കണം. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മണലിട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്കൊരു പാത്രം ഇതുപോലെ വെക്കുന്നുണ്ട്, ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. വെച്ചിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ 10 മിനിറ്റ് ഇത് ചൂടാക്കി എടുക്കാം. ചെറിയ തീയിലൊടുങ്ങി മീഡിയം ഫ്ലെയിം വരെ. ആ സമയം കൊണ്ട് നമുക്കിത് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ട്രേയിലാണ്, മഫിൻ ട്രേയിലാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ കപ്പില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ ഗ്ലാസ് എടുത്താലും മതി. അതിലേക്ക് ബട്ടർ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്തായാലും ഞാൻ ഈ ഒരു പേപ്പർ കപ്പിലേക്ക് അല്പം ബട്ടർ പരട്ടുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിൻ്റെ പകുതിയിൽ ഇച്ചിരി കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലോണം പൊന്തി വരും പാകത്തിന്. അപ്പോൾ എല്ലാം ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടാക്കാൻ വെച്ച പാത്രം തുറന്ന് നോക്കാം. നന്നായിട്ട് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഓവൻ പ്രീ ഹീറ്റ് ആവുന്ന പോലെ തന്നെയാണിത്. ഇതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. നല്ല ചൂടാണ് ഈ പാത്രം. അതിന് ശേഷം നന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കണം. നല്ല എയർ തീരെ പോകരുത്. അതിനുവേണ്ടി ഞാനൊരു ഗ്ലാസ്സിലിട്ടും കൂടെ അതിൻ്റെ മേലെ വെക്കുന്നുണ്ട്.
ഒരു 20 മിനിറ്റ് നമ്മൾ ചെറിയ തീയോടെയും മീഡിയം വരെ ബേക്ക് ചെയ്തെടുക്കണം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിത് തുറന്ന് നോക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ തുറന്ന് നോക്കണം. വെയിറ്റ് ആവാൻ പാടില്ല, അപ്പോൾ ഒരു കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ സ്ക്യൂർ വെച്ച് നമ്മൾ അല്ലെങ്കിൽ ഒരു ഇതിൽ വെച്ച് കുത്തി നോക്കുമ്പോൾ അതിലേക്ക് പിടിച്ചിട്ടില്ല. അപ്പോൾ അത് കേക്ക് വെന്തിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ അളവിൽ ഇനിയും നമുക്കൊരു 6 കൂടി ഉണ്ടാക്കാം. മൊത്തം 12 കപ്പ് കേക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത് വെക്കുമ്പോൾ ഇതൊരു 15 മിനിറ്റ് ആകുമ്പോഴത്തേനും ആയിട്ടുണ്ടാവും. കാരണം ഇത് നന്നായിട്ട് പാത്രം ചൂട് പിടിച്ചിരിക്കുകയാണല്ലോ. ബാക്കിയുള്ള ഉപ്പ് നമുക്ക് എടുത്ത് വെച്ചാൽ നമുക്ക് അടുത്തതിന് സൂക്ഷിച്ച് വെച്ചാൽ ഉപയോഗിക്കാം. അപ്പോൾ കപ്പ് കേക്കുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരളവിൽ ഉണ്ടാക്കുമ്പോൾ ഒരു 12 കപ്പ് കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക്. അതായത് ഓവനിൽ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിലും ഉണ്ടാക്കുന്നത്. നമുക്കിതൊന്ന് കവർ തുറന്ന് നോക്കാം. നല്ലൊരു നല്ല സ്പോഞ്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല സ്മൂത്തായിട്ടുണ്ട്. ഞാൻ നമ്മൾ അകത്തൊന്ന് മുറിച്ച് നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടോപ്പിംഗ് കൊടുക്കാൻ വേണ്ടി ഒരു ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാം. സിമ്പിളായിട്ടുള്ളതാണ് ചെയ്യുന്നത്. ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ് ഇടുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബീറ്ററിൽ വെച്ച് നല്ല ഫ്ലഫി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മേലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ സിമ്പിൾ ഒരു കവർ എടുത്തിട്ടാണ് കാണിക്കുന്നത്. അതൊരു കോർണറിലൊന്ന് വെട്ടിയിട്ട് അതിലേക്ക് ഇതുപോലത്തെ ഒരു നോസിലിട്ടിട്ട് ചെയ്താൽ മതി. ടൈറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഞാൻ കുറച്ച് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കപ്പ് കേക്കല്ലേ ഉള്ളൂ, ഇത് മതിയാവും. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ജസ്റ്റ് ഒരു ടോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ലതായിരിക്കുള്ളൂ. എല്ലാം അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് മേലെ ഒന്ന് ഒരു സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മൾ കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. സത്യം പറഞ്ഞാൽ കുട്ടികൾക്കാണ് ഈ ഒരു കേക്കിനോടും മധുരത്തിനോടൊക്കെ കൂടുതൽ ഇഷ്ടം. കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുള്ളൂ. നമ്മുടെ ടേസ്റ്റിയും യമ്മി ആയിട്ടുള്ള കപ്പ് കേക്ക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്